പൊന്നാനി തീരദേശ മേഖലയിലെ UDF മുന്നേറ്റം SDPIയുടെ സഹായത്തോടെയെന്ന് CPIM ഏരിയ സെക്രട്ടറി. പൊന്നാനി തീരദേശ മേഖലയിൽ UDFന്റെ വിജയത്തിന് പിന്നിൽ SDPIയുടെ വോട്ടുകളാണെന്ന് CPIM പൊന്നാനി ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. 2020 തീരദേശം ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നതെന്നും 2025 അത് ഇല്ലാതാക്കാൻ വർഗീയ ശക്തികളുടെ ഏകോപനം ഉണ്ടായിയെന്നും പൊന്നാനിയിൽ വർഗീയ ശക്തികൾക്ക് അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള സമീപനമാണ് UDF സ്വീകരിച്ചതെന്നും CP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. നഗരസഭയിൽ 3 സീറ്റുണ്ടായിരുന്ന BJPയെ 2 സീറ്റിലേക്ക് ഒതുക്കാൻ ഇടതുപക്ഷത്തിനായെന്നും അദ്ദേഹം പറഞ്ഞു. തീരദേശം എല്ലാ കാലത്തും ഒരേ ഒറ്റക്കെട്ടായിട്ട് CPM-നൊപ്പം നിന്നിട്ടില്ല. 2020 പൂർണ്ണമായിട്ടും LDF-ന്റെ കൂടെയായിരുന്നു. അത് പല കാരണങ്ങളുണ്ട്. അതിന് മുൻകാലങ്ങളിലൊക്കെ തന്നെ തീരദേശം ഒരു 50% UDF LDF എന്ന രീതിയിലാണ് പൊതുവായിട്ടുള്ള തീരദേശ സ്ഥിതി. ഇപ്പോൾ തീരദേശത്ത് ഉണ്ടായിട്ടുള്ളത് ചില വർഗീയ ചിത്രീകരണ ശക്തികൾ ഏകോപിച്ചുകൊണ്ട് LDF-നെതിരായി നിന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് 49-ാം വാർഡിൽ SDPIയുടെ വിജയം. UDF-ന്റെ ഗണ്യമായ വോട്ട് SDPI സ്ഥാനാർത്ഥിക്ക് പോയി എന്ന് അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ ആർക്കും വ്യക്തമാകും, ക്ലിയർ ആകും. അതുതന്നെ സമീപ സ്ഥലത്തെ SDPI വോട്ടുകൾ UDF-ന് പോയി എന്നുള്ളതും അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. അപ്പോൾ തീരദേശത്തെ പൊന്നാനിയുടെ മണ്ണിൽ വർഗീയ ശക്തികൾക്ക് അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു സമീപനമാണ് UDF സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ പൊന്നാനി പോലുള്ള മതനിരപേക്ഷ ഇതൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന പ്രദേശത്ത് ഉണ്ടാകും. അപ്പോൾ നോക്കൂ, ഇപ്പോൾ BJP 3 സീറ്റുണ്ടായിരുന്ന BJPയെ 2 സീറ്റിലേക്ക് ചുരുക്കാൻ നമുക്ക് സാധ്യമായി. നേരത്തെ സൂചിപ്പിച്ച 49-ാം വാർഡിൽ അവിടെ CPIയിൽ നിന്ന് CPM സീറ്റ് വാങ്ങിയത് തന്നെ SDPIയുടെ വിജയം ഉണ്ടാകുമെന്നുള്ള അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ കേവലം 10 വോട്ടുകൾക്കാണ് നമുക്കത് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വോട്ടാണ് UDF-ന്റെ ക്യാമ്പിൽ നിന്ന് SDPIക്ക് പോയത് എന്നുള്ളത് ഈ നാട് വളരെ ശ്രദ്ധയോടുകൂടി, ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്.